ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒറ്റ മാവിൽ എങ്ങനെയാണ് 4 കടികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടോക്കാം. കാക്കു എന്താ ഉണ്ടാക്കാൻ പോണെന്ന്? നമ്മളിന്ന് ബജിക്കൂട്ടാണ്. അതായത് ബജിക്കൂട്ട്, മുളക് ബജി, അങ്ങനെ കായ ബജി, കിഴങ്ങ് ബജി, മുട്ട ബജി, ഇങ്ങനെയുള്ള ബജിക്കുള്ള മാവ് എങ്ങനെയാണ് കൂട്ടുക, എങ്ങനെയാണ് ബജി ഉണ്ടാക്കുക എന്നാണ് നമ്മളിന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായ എടുത്തിട്ടുണ്ട്, മുളക് എടുത്തിട്ടുണ്ട്, കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കായം എടുത്ത് വെച്ചിട്ടുണ്ട്, കറിക്കായം എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പെരിഞ്ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി. പിന്നെ മുട്ട ബജിയിലേക്ക് നമ്മൾ സാമ്പാർ പൊടിക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അതിൽ കളറിന് വേണ്ടിയിട്ട് കാശ്മീർ ചില്ലിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള, ഇതെല്ലാം അരച്ചെടുക്കാം. അതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ ചതവ് ഇതുപോലെ അരച്ചെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, ഇത്രയും ഇതിട്ടിട്ട് ഇതുപോലെ നന്നാക്കി അരച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ വലിയ ജീരകം പൊടിച്ചത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലേശം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീർ ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കാശ്മീർ ചില്ലിയാണ് ചേർത്ത് കൊടുക്കാൻ നല്ലത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളെ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് കുറച്ച് കമ്മിയായാലും കുഴപ്പമില്ല. മൈദ കടലമാവാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ മസാല ഒന്ന് ഇതുപോലെ ഇങ്ങനെ രണ്ട് പൊടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ മാവ് ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അപ്പസോഡ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഇവിടെ 2 മാവും പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പാത്രം, ഇങ്ങനെ ഒരു പാത്രത്തിലും മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ബജിക്കുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ചിക്കൻ മസാല കൊണ്ട് ചേർത്ത് കൊടുക്കണം. മുട്ട ബജിക്കുള്ളതിന് അതേപോലെ കായ ബജി, മുളക് ബജി, കിഴങ്ങ് ബജി, ഇതിലേക്ക് നമ്മൾ ഈ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാലക്ക് പകരം സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം. മാവ് നല്ലപോലെ അടിച്ച് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കായ ബജി, കിഴങ്ങ് ബജി, മുളക് ബജി, അതിലേക്ക് കറിക്കായത്തിൻ്റെ ഒരു ലേശം കറിക്കായം ഒഴിച്ചു കൊടുക്കണം. അതും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് അത് വെയിറ്റ് ചെയ്യാണ്. മാവ് ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഇതുപോലെ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കായ ബജിക്കുള്ള മാവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മറ്റേ കറിക്കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പച്ചക്കായ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ പച്ചക്കായ എടുക്കുന്നത്. ഇതേപോലെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ
നമ്മളെ പച്ചക്കായ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. വളരെ നൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ രണ്ട് സൈഡിനും തൊലി ഉണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ എടുക്കണം. ഏറ്റവും ലാസ്റ്റ് മുകളിലുള്ള തൊലി പീസ് നമ്മൾ ഇതുപോലെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇതുപോലെയാണ് നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ബജി മുളകാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ബജി മുളക് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ തൂമ്പടക്കം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു മുളക് 2 പൊളിയായിട്ട് പൊളിച്ചിട്ട് ചെയ്യാം. ഇനി വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ മുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പുളിവെള്ളത്തിൽ ഇട്ട് വെക്കണം. അതായത് നമ്മൾ വാളംപുളി വെള്ളത്തിൽ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് വെക്കുക. അത് നമുക്ക് മുളകിൻ്റെ എരിവ് ഉള്ള മുളകാണെങ്കിൽ അതിൻ്റെ എരിവ് ഒന്ന് കുറക്കാനാണ്. ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇതിന് പുളി പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ ബജി മുളകിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുട്ട എടുക്കുന്നത്. 2 പൊളിയായിട്ടാണ്. ഇനി വേണമെങ്കിൽ 4 പൊളി വരെ ആക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളെ മാവിൻ്റെ മുകളിൽ ഇതേപോലെ മാവിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് നല്ല ഇത് വരും. അപ്പം നമ്മളെ പച്ചക്കായ, മുളക്, മുട്ട, അതുപോലെ ഉരുളക്കിഴങ്ങ് എല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇത് ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതുപോലെ മാവിൽ മുക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കായ ബജിയാണ്. ഇനി അടുത്ത് നമ്മൾ മുട്ട ബജിയാണ്. അപ്പോൾ നമ്മൾ കിഴങ്ങ് ബജി പൊരിച്ചെടുത്തിട്ടുണ്ട്. ബജി, കിഴങ്ങ് ബജി, മുട്ട ബജി, കായ ബജി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 4 ഐറ്റം ബജി ഇപ്പോൾ റെഡി ആയി. അപ്പം എന്തായാലും നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒറ്റ മാവ് കൊണ്ടാണ് ഈ 4 റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയത്, ബജികളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എന്തായാലും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.